മനുഷ്യർ ഇന്നും അടിമകളെപ്പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമെന്നും ഭൂമിയിലെ നരക രാജ്യമെന്നുമൊക്കെ നമ്മൾ നോർത്ത് കൊറിയ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഈ നോർത്ത് കൊറിയയിലെ ആളുകളുടെ ജീവിതം എപ്രകാരമായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇത്തരത്തിൽ നമ്മളെല്ലാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ഒരുപാടധികം പ്രശ്നങ്ങൾ നിറഞ്ഞ നോർത്ത് കൊറിയയിലെ ഒരു സാധാരണക്കാരൻ്റെ ഒരു ദിവസത്തിലേക്കാണ് ഇന്ന് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു A4 Flu here. നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് നമ്മൾ മുമ്പും പലപ്പോഴായി പല വീഡിയോകളിലൂടെ സംസാരിച്ചിട്ടുണ്ട്. അവിടെയുള്ള വിചിത്രമായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചും അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ചും അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടിയിട്ടുള്ള പെൺകുട്ടിയെക്കുറിച്ചും ഒക്കെ നമ്മൾ വിശദമായിട്ട് പല വീഡിയോകളിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, നോർത്ത് കൊറിയ എന്ന് പറയുന്നത് ഒരു സ്വേച്ഛാധിപത്യ രാജ്യമാണ്. കിം ജോങ് ഉൻ എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയാണ് നോർത്ത് കൊറിയ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാലൊക്കെ തന്നെ അയാൾ പറയുന്നതിനനുസരിച്ച് അടിമകളെ കണക്കെ തന്നെയാണ് നോർത്ത് കൊറിയയിലെ ഓരോ ജനങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്ത് കഴിക്കണം, എന്ത് ഗാനം കേൾക്കണം, എന്ത് കാണണം, എന്ത് വസ്ത്രം ധരിക്കണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത് നോർത്ത് കൊറിയയിലെ സർക്കാരാണ്, അല്ലെങ്കിൽ കിം ജോങ് ഉന്നിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിൽ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നോർത്ത് കൊറിയയിലെ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായ നിലയിൽ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ഇന്ത്യയിൽ സൂര്യൻ ഉദിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ നോർത്ത് കൊറിയയിൽ സൂര്യൻ ഉദിക്കുന്നതായിരിക്കും. അവിടെ ഓരോരുത്തരും നേരത്തെ കാലത്ത് എഴുന്നേൽക്കുന്നതിന് വേണ്ടി അലാം വെക്കേണ്ട ആവശ്യങ്ങളില്ല. നാട്ടിലുള്ള ജനങ്ങളെല്ലാം ഒരേ സമയത്ത് എഴുന്നേൽക്കണമെന്ന് ഗവൺമെന്റിന് തന്നെ നിർബന്ധമുള്ളതിനാൽ നാടിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള സ്പീക്കറുകൾ മറ്റുമൊക്കെ വെച്ചിട്ടുണ്ട്. അവ വലിയ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. ആ ഒരു അവസരത്തിൽ തന്നെ ജനങ്ങളെല്ലാവരും എഴുന്നേറ്റോളണം. ആ ഒരു രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെയും വരുന്നത്. പിന്നീടുള്ള 2 മണിക്കൂറുകൾ ഒരു ക്ലീനിങ് ക്യാമ്പയിനാണ് അവിടെ അരങ്ങേറുന്നത്. ഒരു വീട്ടിൽ ആരെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും ഈ ഒരു ക്ലീനിങ് ക്യാമ്പയിനിൽ പങ്കെടുത്തിരിക്കേണ്ടത് നിർബന്ധമാണ്. അതിനാലൊക്കെ തന്നെ സാധാരണഗതിയിൽ വീട്ടിലുള്ള ജോലിയില്ലാത്ത ആളുകളും കുട്ടികളൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ ക്ലീനിങ് ക്യാമ്പയിനുകളിൽ അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും വീടും ചുറ്റുഭാഗവും അതുപോലെ തന്നെ പൊതു ഇടങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ തന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് തലത്തിലുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടായിരിക്കും. എന്തൊക്കെ തന്നെയായാലും ഇവിടെ നമ്മൾ ഈ വീടിനെ കുറിച്ചും സ്ഥലത്തെക്കുറിച്ചും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ നോർത്ത് കൊറിയക്കാരായിട്ടുള്ള ആളുകൾക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രദേശത്ത് പോയിട്ട് അവിടെ സ്ഥലം മേടിക്കാനോ അവിടെ വീടുണ്ടാക്കാനോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല. ഗവൺമെൻറ് തിരഞ്ഞെടുത്ത് നൽകുന്ന സ്ഥലത്ത് ഗവൺമെൻറ് നൽകുന്ന വീടുകളിലാണ് ഈ നോർത്ത് കൊറിയക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യമല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അവിടെയാണ് അടുത്ത ട്വിസ്റ്റ് വരുന്നത്. ഈ വീടുകളിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനോ അതിനെ മോടി പിടിപ്പിക്കാനോ അതിൽ മോഡിഫിക്കേഷൻസ് വരുത്താനോ ഒന്നും തന്നെ ഈ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അവകാശമില്ല. ഗവൺമെൻറ് എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അതിനകത്ത് അതുപോലെ കഴിഞ്ഞോളണം എന്നുള്ള നിലയ്ക്കാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള 2 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഈ ക്ലീനിങ് ക്യാമ്പയിനൊക്കെ കഴിയുന്നതോട് കൂടിയിട്ട് വീട്ടിലുള്ള മുതിർന്ന ആളുകളൊക്കെ തന്നെ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. പാചകവും ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ തന്നെ നടത്തും. അവിടെയും ഈ ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ നമ്മുടെ വീടുകളിലുള്ളതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള LPG സിലിണ്ടറുകളോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗ സംവിധാനങ്ങളോ ഒന്നും തന്നെയില്ല. പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന അതേ രീതിയിൽ തന്നെ വിറകടുപ്പ് തന്നെയാണ് ഈ വീടുകളിൽ, നോർത്ത് കൊറിയയിലെ ഈ വീടുകളിലൊക്കെ തന്നെയും ഉള്ളത്. എന്തൊക്കെ തന്നെയായാലും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഈ ഓരോ ആളുകളും അവരവരുടെ ജോലികളിലേക്ക് നീങ്ങുന്നതായിരിക്കും. പക്ഷെ അവിടെയും അടുത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളും നോർത്ത് കൊറിയയിലില്ല. ഗവൺമെൻറ് നൽകുന്ന ജോലികളായിരിക്കണം ഓരോ വ്യക്തികളും അവിടെ ചെയ്യേണ്ടത്. എന്താണോ അവിടുത്തെ സർക്കാർ പറഞ്ഞിട്ടുള്ളത് ആ ജോലി അവർക്ക് ഇഷ്ടമുള്ളതാകട്ടെ ഇഷ്ടമില്ലാത്തതാകട്ടെ അതെന്തായാലും നിർബന്ധമായിട്ട് തന്നെ ഈ ഓരോരുത്തരും ചെയ്തിരിക്കണം. ഒരു പക്ഷേ ചില ആളുകൾക്ക് ആ ജോലിയിൽ നല്ല രീതിയിൽ സ്കിൽ ഉണ്ടായിരിക്കാം. മറ്റു ചില ആളുകൾക്ക് തീരെ ആ ഒരു ജോലി ചെയ്യാനുള്ള കഴിവോ പ്രാപ്തിയോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. എങ്കിൽ കൂടെയും നിർബന്ധമായിട്ടും ആ ഒരു ജോലി ഓരോരുത്തരും ചെയ്തിരിക്കണം. ഇനിയിപ്പോൾ എന്നെ കൊണ്ട് നടപടിയാവില്ല, ഞാനിത് ചെയ്യുന്നില്ല, എനിക്ക് മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ആ ഒരു ജോലി ഉപേക്ഷിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം മുതൽ അയാൾ രാവിലെ കണ്ണു തുറക്കുമ്പോൾ അയാൾ ജയിലിനകത്തായിരിക്കും. ഇനി ഇവിടെ ഈ ജയിലുകളുടെ കാര്യം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ജയിലിനകത്ത് എന്താ സുഖമല്ലേ, ഗോതമ്പുണ്ട എന്നൊക്കെ പണ്ട് കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബിരിയാണി, ചിക്കൻ, മട്ടൻ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ജയിലുകളിൽ ലഭിക്കുന്നുണ്ടല്ലോ, പിന്നെ അങ്ങോട്ട് സുഖവാസല്ലേ എന്ന നിലക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അവിടെ വീണ്ടും ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. നോർത്ത് കൊറിയയിലെ ജയിലുകൾ എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ കാലത്തുണ്ടായിരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കാൾ ദുരന്തപൂർണ്ണമായിട്ടുള്ള നിലയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരുപാടധികം പ്രവൃത്തികളാണ് ഈ ജയിലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വേണ്ട നിരക്കുള്ള ഭക്ഷണം ലഭിക്കുന്നില്ല, ക്രൂരമായ നിലയിലുള്ള പീഡനങ്ങൾക്ക് ഓരോരുത്തരും അവിടെ ഇരയാക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാടധികം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കഠിനമായിട്ടുള്ള ജോലികൾ ഈ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിനാലൊക്കെ തന്നെയും ഓരോ വർഷവും നോർത്ത് കൊറിയയിലെ ജയിലുകൾക്കകത്ത് പോലും അനവധി ആളുകളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ജയിലുകളിൽ പോകണ്ട, ഇനിയിപ്പോൾ എങ്ങനെയും ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഈ ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജോലി സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ അതിനേക്കാൾ വലിയ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ തന്നെയാണ് ഈ ആളുകൾ കാത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു 10, 50, 40 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അതേ ഒരു സ്ഥിതിഗതിയിലാണ് അവിടുത്തെ ഓരോ തൊഴിലിടങ്ങളും ഇന്നും അതേ രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സോ ആയുധങ്ങളോ ഒന്നും തന്നെ ഈ ആളുകൾക്ക് ജോലി ചെയ്യാനായിട്ട് അവിടെ ഇല്ല. പഴയ ഒരു ട്രഡീഷണൽ രീതിയിൽ കാര്യമായിട്ടുള്ള കഠിനാധ്വാനങ്ങൾ തന്നെയാണ് അവിടെയുള്ള ഭൂരിഭാഗം ആളുകളും ഇന്നും അതുപോലെ തന്നെ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള തൊഴിൽ നിയമങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു നിയമങ്ങളും നോർത്ത് കൊറിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. അടിമകൾ എങ്ങനെയാണോ പണിയെടുക്കുക അതേ ഒരു നിലക്ക് തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള നോർത്ത് കൊറിയയിലുള്ള ഓരോ ആളുകളും രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി അവിടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിരിക്കും. അവിടെ ഉള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് രാവിലെ ഇത്ര സമയത്തിനുള്ളിൽ ജോലി സ്ഥലത്ത് എത്തിയിരിക്കണം, ജോലിയിൽ പ്രവേശിച്ചിരിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ വൈകിട്ട് പോകാനുള്ള സമയമുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ സമയം ഈ ഓരോരുത്തരും അവിടെ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള ജോലികൾക്ക് പകരം ആർമിയുമായി ബന്ധപ്പെട്ട നോർത്ത് കൊറിയയുടെ മിലിറ്ററിയുമായി ബന്ധപ്പെട്ട ജോലികളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ഓരോ പുരുഷന്മാരും ഏറ്റവും ചുരുങ്ങിയത് 10 വർഷമെങ്കിലും ആർമിയിൽ, നോർത്ത് കൊറിയൻ ആർമിയിൽ ജോലി ചെയ്തിരിക്കണമെന്നൊരു നിയമം കൂടെ നോർത്ത് കൊറിയയിലുണ്ട്. അവിടെ നിർബന്ധിതമായിട്ടുള്ള സൈനിക സേവനമുണ്ട്. പക്ഷെ അവിടെയും വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പ്രശ്നങ്ങൾ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മുതിർന്ന ആളുകളുടെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി കുട്ടികളുടെ കാര്യം എങ്ങനെയായിരിക്കും? ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സമയമാകുമ്പോൾ സ്കൂളുകളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ചെറിയ കുട്ടികളൊക്കെ തന്നെയും തയ്യാറെടുക്കുന്നുണ്ട്. അവിടെയും വിദ്യാഭ്യാസം നിർബന്ധിതം തന്നെയാണ്. അതിനാലൊക്കെ തന്നെ മാറ്റി ഒരുങ്ങിയിട്ട് ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. പക്ഷെ ഒരിക്കലും നമ്മുടെ നാട്ടിലുള്ളതുപോലെ സ്കൂൾ ബസ് സൗകര്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അതിനാലൊക്കെ തന്നെയും ഈ കുട്ടികളൊക്കെ 1 മണിക്കൂറോളം നടന്നിട്ടാണ് അവരവരുടെ സ്കൂളുകളിലേക്ക് എത്തിച്ചേരുന്നത്. ഇനി സ്കൂളുകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ അതിനേക്കാൾ വലിയ തരത്തിലുള്ള പല കോമഡികളും തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികൾക്കൊക്കെ തന്നെയും മാത്സും ഹിസ്റ്ററിയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള സബ്ജക്റ്റുകളൊക്കെ തന്നെ, വിഷയങ്ങളൊക്കെ തന്നെ പഠിക്കാനുണ്ട്. പക്ഷേ മഹാമണ്ടത്തരങ്ങളാണ് അവിടെയുള്ള സ്കൂളുകളിലൂടെ ഈ കുട്ടികൾക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രത്യേകിച്ച് സയൻസ് ഒക്കെ തന്നെ ഭയങ്കര മണ്ടത്തരങ്ങളാണ് ഇന്നും അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇനി ഹിസ്റ്ററിയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ നോർത്ത് കൊറിയയെ ഏറ്റവും അധികം മുകളിലേക്ക് പൊക്കി വെക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ നോർത്ത് കൊറിയ മഹോന്നതമായിട്ടുള്ള രാജ്യമാണ് എന്ന് തെളിയിക്കുന്ന നിലയിൽ കുട്ടികളുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന നിലയിലുള്ള കുറേ സർക്കാർ പ്രൊപ്പഗണ്ടകളൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ വിദ്യാഭ്യാസങ്ങളിലൂടെ, ഇത്തരത്തിലുള്ള സ്കൂളുകളിലൂടെ ഈ കുട്ടികളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതും അവിടെയൊക്കെ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും സമാധാനപൂർണ്ണമായിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് നോർത്ത് കൊറിയ തന്നെയാണ് എന്ന നിലക്കൊക്കെ തന്നെയാണ്. ഇത്തരത്തിൽ ഈ ക്ലാസ് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഉച്ചയോടുകൂടെ തീരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് ഈ കുട്ടികൾക്ക് വെറുതെ ഇരിക്കാനുള്ള അവകാശമൊന്നുമില്ല. ഈ കുട്ടികളും വ്യത്യസ്ത തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്നതായിരിക്കും. ചില ആളുകളൊക്കെ ചെറിയ ചില ജോലികൾ ചെയ്യുമ്പോൾ മറ്റു ചില കുട്ടികളൊക്കെ തന്നെ കഠിനമായിട്ടുള്ള ജോലികൾ അവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. മുതിർന്ന ആളുകൾ പ്രധാനമായിട്ടും സഹായിക്കുന്ന നിലയിലുള്ള ജോലികളൊക്കെ തന്നെയാണ് ഈ കുട്ടികൾ ഭൂരിഭാഗം ആളുകളും അവിടെ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ഈ ജോലികളും പണികളൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ കുട്ടികളായാലും മുതിർന്നവരായാലും ഒരുപോലെ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴാണ് അവരവരുടെ വീടുകളിലേക്ക് ഗവൺമെൻറ് നൽകിയിട്ടുള്ള ചെറിയ ചെറിയ കൂരകളിലേക്ക് മറ്റൊക്കെ തിരിച്ചെത്തുന്നത്. പക്ഷെ അവിടെയും വെറുതെ ഇരിക്കാനുള്ള സമയം ഈ ആളുകൾക്കൊന്നും തന്നെ ഇല്ല. അവർക്ക് പാചകം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വിറക് മറ്റൊക്കെ സമാഹരിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും മറ്റുമൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പിന്നീടുള്ള ഏതാനും മണിക്കൂറുകൾ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകളൊക്കെ തന്നെയും സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും പണികളൊക്കെ കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുകയാണ്, രാത്രിയാവുകയാണ്. അവിടെ
ഇതൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്ത് കൊറിയയിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്, പക്ഷേ അവിടെയും വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഭൂരിഭാഗം സമയങ്ങളിലും ഇലക്ട്രിസിറ്റി ഉണ്ട് എങ്കിൽ പോലും നോർത്ത് കൊറിയയിൽ പവർ കട്ടായിരിക്കും. പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട പല ആകാശ കാഴ്ചകൾ നോർത്ത് കൊറിയയുടെ ഏരിയൽ ഫൂട്ടേഴ്സും മറ്റുമൊക്കെ നമ്മൾ കാണാറുണ്ട്. നോർത്ത് കൊറിയ പൂർണ്ണമായിട്ടും ഇരുട്ടിലായിട്ട് കിടക്കുന്നതും സൗത്ത് കൊറിയ ആണെങ്കിൽ പൂർണ്ണമായിട്ടും പ്രകാശം കൊണ്ട് ജ്വലിച്ച് നിൽക്കുന്നതുമായിട്ടുള്ള ഫോട്ടോകളൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇത്തരത്തിൽ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നതിനാൽ തന്നെ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ജനങ്ങൾക്കെല്ലാം ഇലക്ട്രിസിറ്റി നൽകാൻ ആവശ്യമായിട്ടുള്ള പണവും മറ്റുമൊക്കെ ഇല്ലാത്തതിനാലൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള പവർ ഷോർട്ടേജ്, പവർ കട്ടുകളും മറ്റുമൊക്കെ നോർത്ത് കൊറിയയിൽ അനുഭവപ്പെടുന്നത്. അതിനാലൊക്കെ തന്നെ ഈ ആളുകൾക്ക് മെഴുകുതിരി രാത്രി കാലങ്ങളിൽ പ്രകാശം കാണുന്നതിന് വേണ്ടിയിട്ട്, പ്രകാശത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ നോർത്ത് കൊറിയയിൽ ഓരോ മെഴുകുതിരി എന്ന് പറയുന്നത് ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ഐറ്റമാണ്. ഒരുപാടധികം പണം അതിൽ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിനാലൊക്കെ തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള നോർത്ത് കൊറിയയിലെ ആളുകൾ മണ്ണെണ്ണ വിളക്കുകളെയാണ് കാര്യമായിട്ട് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയും ഈ മണ്ണെണ്ണ എന്നൊക്കെ പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനാലൊക്കെ തന്നെ രാത്രി കാലങ്ങളിൽ കൂടുതൽ സമയമൊന്നും ഈ ഒരു വെളിച്ചം കത്തിച്ചിരിക്കാതെ പെട്ടെന്ന് കിടന്നുറങ്ങുന്ന നിലയിലാണ് ഈ ഒരു നോർത്ത് കൊറിയയിലെ ആളുകളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇവർക്ക് കാര്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ലയെന്ന് ചോദിക്കുകയാണെങ്കിൽ, മുമ്പത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നോർത്ത് കൊറിയയിലും TV ഉണ്ട്, റേഡിയോസൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊക്കെ തന്നെയും ഈ നോർത്ത് കൊറിയൻ ഗവൺമെൻറ്റിനെ പ്രകീർത്തിക്കുന്ന നിലയിൽ, മഹത്വവൽക്കരിക്കുന്ന നിലയിലുള്ള പ്രോഗ്രാമുകളും പാട്ടുകളും സിനിമകളും മാത്രമേ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനും അപ്പുറത്തേക്ക് ഹോളിവുഡ് സിനിമകളോ അല്ലെങ്കിൽ കൊറിയൻ ഡ്രാമകളോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഈ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെ അവർക്ക് കേൾക്കാൻ സാധിക്കുന്നതേ അല്ല. മാത്രമല്ല, ഇനി റേഡിയോയുടെ കാര്യം പറയുമ്പോൾ പല ആളുകളും പറയുന്നത് അവിടെയുള്ള റേഡിയോകൾ ഓഫാക്കാൻ ഈ ആളുകൾക്ക് അധികാരമില്ല. 24 മണിക്കൂറും അതങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് അതിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും എന്ന നിലയിലാണ്. ഈ ആളുകൾക്ക് വേണമെങ്കിൽ അതിൻ്റെ വോളിയം, അതിൻ്റെ സൗണ്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, കൂട്ടാനും കുറക്കാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. ഈ നിലയിലാണ് അവിടുത്തെ ഓരോ വീടുകളിലുമുള്ള റേഡിയോകളുടെ കാര്യം പോയിക്കൊണ്ടിരിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ പറയുന്നത്. മാത്രമല്ല, ഇനി ആകെക്കൂടെയുള്ള ഈ ആളുകളുടെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് രാത്രി കാലമാകുമ്പോൾ ആകാശത്തൊക്കെ നോക്കി നക്ഷത്രങ്ങളൊക്കെ നോക്കിയിരിക്കുക എന്ന് പറയുന്നത് മാത്രമാണ്. ഇതൊക്കെ തന്നെ കേൾക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഒരു ഗൗരവം അല്ലെങ്കിൽ അതിലുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിനെ കുറിച്ച് അറിയില്ല. എന്തൊക്കെ തന്നെയായാലും ഈ പറഞ്ഞതിനും അപ്പുറത്തേക്ക് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ തന്നെയാണ് ഈ ഒരു നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തിലുള്ള ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്ത് കൊറിയ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വെസ്റ്റേൺ മാധ്യമങ്ങൾ പലപ്പോഴും നോർത്ത് കൊറിയയെ താഴ്ത്തി കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ തങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന നിലയിലാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ സത്യം തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും നമ്മൾ വീഡിയോസിൽ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മളൊക്കെ എത്രയോ നല്ല രീതിയിലാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ഇതിലൂടെ ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ നോർത്ത് കൊറിയയെക്കുറിച്ച് വ്യത്യസ്ത സമയങ്ങളായിട്ട് പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. ഈ അടുത്ത കാലങ്ങളായിട്ട് സ്വച്ഛാധിപതിയായിട്ടുള്ള കിം ജോങ് ഉന്നുമായി ബന്ധപ്പെട്ട അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയിട്ട് രാജ്യത്ത് 3 ദിവസത്തേക്ക് അയാൾ ചിരി പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ ക്രൂരമായ, വളരെ വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും പല നിയമങ്ങളും പലപ്പോഴായിട്ട് അയാൾ അവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ വീടുകളിലൊക്കെ തന്നെയും കിം ജോങ് ഉന്നിൻ്റെയും അയാളുടെ പിതാമഹന്മാരുടെയും അയാളുടെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ഒക്കെ ഫോട്ടോകൾ ഉണ്ടാവും. ഒരിക്കലും ഒരു സ്ത്രീയുടെ വീടിന് തീ പിടിച്ച അവസരത്തിൽ അവർ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അകത്തുണ്ടായിരുന്ന ഫോട്ടോകൾ അവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല, പുറത്തേക്ക് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അവരൊറ്റ കാരണം കൊണ്ട് ആ സ്ത്രീക്ക് തടവ് ശിക്ഷ പോലും നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന വാർത്തകളും നോർത്ത് കൊറിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും നോർത്ത് കൊറിയയിലെ ഇത്തരം വിചിത്രമായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചും അവിടുത്തെക്കാരുടെ സാധാരണക്കാരുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്നു രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ നോർത്ത് കൊറിയയിലെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ തന്നെയുള്ള സിറ്റികളിലുള്ള ആളുകളുടെ ജീവിതം ഏറെക്കുറെ ഇതേപോലെയൊക്കെ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ മെച്ചമുണ്ട് എന്ന നിലക്കൊക്കെ തന്നെയാണ് നമുക്ക് ഏതായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ നല്ല അധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാൻ പ്രതീക്ഷയോടെ ബൈ.